ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് മഴ കാരണം കുറേ പെൻഡിങ് ആയിട്ടുള്ള എയർ അക്സസറീസിൻ്റെ സാധനങ്ങൾ ഓർഡർ ചെയ്തതൊക്കെ കുറേ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ഇന്നലെ അയച്ച്. ഇനിയിപ്പോൾ ആരുടെയും നമുക്ക് അയക്കാനില്ല. പിന്നെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഓർഡർ എടുത്തവരെ മാത്രമാണ് നമുക്ക് അയക്കാനുള്ളൂ. ബാക്കിയുള്ളവരതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ കംപ്ലീറ്റ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നോ നാളൊക്കെ ആയിട്ട് കിട്ടാനാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഉമ്മയും മോളും എന്നുള്ള ചാനലിൽ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്ക് എന്തായാലും സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ബീട്രൂട്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, അതുപോലെ പച്ചക്കറി, അങ്ങനെ 2 ഐറ്റം പച്ചക്കറി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് 2 തരം സോപ്പ് ഉണ്ടാക്കി കാണിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഉണ്ടായ റോസാപ്പൂവ്, അപ്പോൾ അതിൽ നിന്ന് 2 റോസാപ്പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റോസാപ്പൂവും പൊട്ടിച്ച് അപ്പോൾ ആ റോസാപ്പൂവ് വെച്ചിട്ട് ഒരു സോപ്പും ഉണ്ടാക്കുന്ന 3 തരം സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അത് 3ഉം ഒരു വീഡിയോയിലല്ല നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വീഡിയോയിലാകുമ്പോൾ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ കാണുന്നവർക്കും അതൊരു വെറുപ്പായിട്ട് തോന്നും. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്താ അത് വേണ്ട, 3 തരം വീഡിയോ ആക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 റോസാപ്പൂവും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് ബീട്രൂട്ടിൻ്റെ വീഡിയോ ഞാൻ വേറെ എഡിറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നത് ക്യാരറ്റിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോ സോപ്പ് ബേസിലേക്ക് 1 ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് ഇതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് പറയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മളത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. സ്വല്പം മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം തോർത്തുമുണ്ട, അരിപ്പയിൽ അരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കിട്ടില്ല. അപ്പോൾ പിന്നെ ഉമ്മയാണ് എനിക്ക് ഈ ഐഡിയ പറഞ്ഞത്. തോർത്തുമുണ്ട് ഇട്ടിട്ട്, തോർത്തുമുണ്ട് തന്നെ വേണമെന്നില്ല, വെള്ള തുണി ഇട്ടിട്ട് അതിലിട്ടിട്ട് നമ്മളിത് അരിച്ചിട്ട് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ തന്നെയാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ അരിച്ച് തന്നത്. ഇനി 1 കിലോൻ്റെ സോപ്പ് ബേസ് അപ്പോൾ ഇതിനവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതത് മെൽറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മെൽറ്റായതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ 1 ക്യാരറ്റിൻ്റെ ജ്യൂസ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കളറും കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ആക്കണില്ല. ഇനി മണത്തിന് വേണ്ടിയിട്ട് ഒരു ഫ്രാഗ്രൻസ് ഓയിലും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മോൾഡ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലെ മെഷർമെൻറ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 1 കിലോ സോപ്പ് ബേസിലേക്ക് 1 ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വീണ്ടും വീണ്ടും പറയണത് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കൂടുതലായിട്ട് നമ്മൾ എടുക്കരുത്. 1 കിലോ സോപ്പ് ബേസിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് 1 ക്യാരറ്റാണ്. നമുക്ക് ഇതിലും 9 സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം എല്ലാ മോൾഡിലും നമ്മളിത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് സെറ്റായോ എന്ന് നോക്കാം. ഇപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഞാനത് പുറത്തേക്ക് എടുക്കണതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ട, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ സോപ്പ് കിട്ടിയിട്ടുണ്ട്. മണമാണെങ്കിൽ നല്ല മണം. അപ്പോൾ ഇതിൻ്റെ പതയും കാര്യങ്ങളൊക്കെ ഞാൻ പറയണ്ടല്ലോ, ഞാനത് മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പദം എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ക്യാരറ്റിൻ്റെ സോപ്പാണെങ്കിലും ബീട്രൂട്ടിൻ്റെ സോപ്പാണെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ സോപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുക. അപ്പോൾ അത് ഒന്ന് കയറി നോക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാനെങ്കിലും നമുക്കിത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനിതിലൊരു ഗിവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിചാരിക്കും ഞാനത് മറന്നിട്ടൊന്നുമില്ല. ഓരോ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ റിസൾട്ടൊന്നും പ്രഖ്യാപിക്കാത്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ഞാൻ അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതാണ്. അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും സോപ്പിനെ കുറിച്ചിട്ടാണെങ്കിലും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.